പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന്. പുതിയ മന്ത്രിമാരായ കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കും. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ തുടർ നടപടികൾ ചർച്ചയായേക്കും. സപ്ലൈകോ വില വർധനയിലും തീരുമാനമുണ്ടാകും. ജനുവരി അവസാനത്തോടെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം എത്ര മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്? ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക? വിശദാംശങ്ങൾ. ശ്രുതി, 9 മണിയോടുകൂടിയാണ് മന്ത്രിസഭാ യോഗം ആരംഭിക്കുക. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സ് പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. അതായത് 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതോടൊപ്പം മറ്റൊന്ന് പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് പുതിയ മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാർ, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനുശേഷമുള്ള ഇവരുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടിയാണ്. അതോടൊപ്പം കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുക കൂടി ചെയ്യുകയാണ്. ആ നിലയിൽ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് പ്രസക്തിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമായി കണക്കാക്കുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഈ നവകേരള സദസ്സിൽ വലിയ പരാതികളുടെ ഒരു പ്രളയം, ഒരു പ്രവാഹമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കാലാനുസൃതമായി അല്ലെങ്കിൽ സമയബന്ധിതമായി ഈ പരാതികൾ എങ്ങനെ തീർപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു വിഷയമുണ്ട്. നിലവിൽ ഈ കാസർഗോഡ് ജില്ലയിൽ അടക്കം ലഭിച്ചിട്ടുള്ള പരാതികളിൽ പകുതിയോളം ഈ നിലവിൽ തീർപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പരാതികൾക്കെല്ലാം VVIP പരിഗണന നൽകണം എന്നുള്ളതാണ് മന്ത്രിസഭ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങേയറ്റം പരിഗണനയോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ ഈ പരാതികളെല്ലാം പരിഹരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ അതിന്റെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ വിശദമായി ചർച്ചയാവും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും വലിയൊരു അജണ്ടയായി കണക്കാക്കിയിട്ടുള്ളത് നിയമസഭാ സമ്മേളനം ചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ മാസം 25-ന്, അതായത് ജനുവരി 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള നിലയിൽ ഗവർണർമാർ നിയമസഭയിൽ അവതരിപ്പിക്കുക. എന്നാൽ നേരത്തെ ചില ഗവർണർമാർ ഇത്തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി പറയുകയോ അല്ലെങ്കിൽ അതിൽ പറയാത്ത കാര്യങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേക സാഹചര്യങ്ങൾ. ആ നിലയിൽ നിലവിലെ ഗവർണർ സർക്കാർ പോര് കണക്കാക്കി നോക്കുമ്പോൾ ആ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില വിഷയങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയുള്ള നിയമസഭാ സമ്മേളനം വേണോ എന്ന കാര്യമടക്കം ഇന്നത്തെ യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവും എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട അജണ്ട ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനവും ഇന്നുണ്ടായേക്കും. നേരത്തെ തന്നെ ഭക്ഷ്യമന്ത്രി ഇത് സംബന്ധിച്ച ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ 7.5 വർഷക്കാലമായി അവശ്യ സാധനങ്ങൾക്കൊന്നും തന്നെ, സപ്ലൈകോ നൽകുന്ന അവശ്യ സാധനങ്ങൾക്കൊന്നും തന്നെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ബാധ്യത, ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന ഒരു വിഷയമുണ്ട്. നിലവിൽ പൊതുവിപണിയിൽ 35 രൂപ 40 രൂപ വിലയുള്ള സാധനങ്ങൾക്ക് വളരെ വില കുറച്ച്, അതായത് 20 രൂപയ്ക്കും 25 രൂപയ്ക്കും ഒക്കെയാണ് സപ്ലൈകോ നൽകുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത, ഈ അധികം വരുന്ന തുക മുഴുവൻ വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആ നിലയിൽ വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ചെറിയ തോതിലെങ്കിലും ഒരു വില വർധന, അതായത് കഴിഞ്ഞ 7.5 വർഷക്കാലമായി 1 രൂപ പോലും ഒന്നിനും വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ചെറിയ തരത്തിലുള്ള ഒരു വില വർധന ആകാം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച സുപ്രധാനമായ ഒരു തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ശ്രുതി, വ്യക്തമാണ്. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം 9 മണിക്ക് ആരംഭിക്കും. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ തുടർ നടപടികളും സപ്ലൈകോ വില വർധനയും അടക്കം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്.